നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശ് പിഷാരടി നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തി. പ്രസംഗം കോൺഗ്രസ്സുകാർക്ക് വലിയ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പക്ഷേ അതൊരു വലിയ സെൽഫ് കോൾ ആയിരുന്നു. കോൺഗ്രസിനെയാണ് അത് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത്. ആ പ്രസംഗത്തിലുടനീളം കോൺഗ്രസിനെയാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാനുള്ള ഒരു കാര്യം. അതായത് അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഒന്ന് ഇൻക്ലൂസീവാണ്. അതായത് രാഷ്ട്രീയ വർഗീയത പാടില്ല എന്നത്. അത് ഏറ്റവും കൂടുതൽ വച്ചു പുലർത്തുന്ന ഒരു വിഭാഗം കോൺഗ്രസ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണല്ലോ RSSന്റെ സർസംഘ ചാലകിൻ്റെ പരിപാടിയിൽ വൈസ് ചാൻസലേഴ്സ് പങ്കെടുത്തു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ വക ഒരു വിമർശനമുണ്ടായത്. അതൊരു ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഭാഗമാണോ? രാഷ്ട്രീയത്തിൽ വളരെയധികം അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ചെയ്തത്. കക്ഷി രാഷ്ട്രീയവുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത രീതിയിലുള്ള പ്രസംഗമായിരുന്നു മോഹൻജി ഭാഗവത് നടത്തിയത്. എന്നിട്ടും അതിനെ വിമർശിക്കുവാനാണ് VD സതീശൻ ശ്രമിച്ചത്. അത് ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഭാഗമല്ല, അത് രാഷ്ട്രീയ വർഗീയതയുടെ ഭാഗമാണ്. അപ്പോൾ ഈ രീതിയിൽ ഭാരതത്തിൻ്റെ ചരിത്രം നല്ല രീതിയിൽ കേൾക്കുന്നത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ളൊരു അലർജിയാണ്. എന്തായാലും രമേശ് പിഷാരടി ഇനിയെങ്കിലും കോമാളി എന്ന ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. അദ്ദേഹത്തെ മുന്നേ ഇങ്ങനെയൊക്കെ പറഞ്ഞ ചില രാഷ്ട്രീയക്കാരുണ്ട്, അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ പറയുന്നത് വങ്കത്തരമാണ്, വിഡ്ഢിത്തമാണ്. അദ്ദേഹം കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണം. കാരണം അദ്ദേഹം ഇന്ന് ഒരു കൊമേഡിയൻ അല്ല. ഈ തള്ളൽ വീരൻ എന്ന ഒരു ബ്രാക്കറ്റിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരണം. കാരണം അത് ഒരു സാമാജികനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധിക്ക് പ്രത്യേകിച്ച് വലിയ വിവരമൊന്നുമില്ല എന്ന് നാട്ടിൽ ഒരു കരക്കമ്പിയുണ്ട്. ആ കരക്കമ്പി രമേശ് പിഷാരടി എങ്കിലും ഒന്ന് മാറ്റിപ്പിടിക്കുന്നത് നല്ലതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും കളിയാക്കൽ കിട്ടും. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് ഉടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ചരിത്രത്തിലോട്ട് കിടക്കാം. എന്താണ് രമേശ് പിഷാരടി ആദ്യം ചരിത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൻ്റെ മിസ്റ്റേക്ക്? ആദ്യം കുറച്ച് കാര്യങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും വലിയ തർക്കമൊന്നും നമുക്കില്ല. ഇപ്പോൾ കാരണഭൂതൻ്റെ തിരുവാതിരക്കളിയുടെ കാര്യം പറയുന്നതിലൊന്നും പ്രത്യേകിച്ച് ഒരു തർക്കവുമില്ല. കാരണം അങ്ങനെയൊന്നും അല്പന്മാരാകാൻ പാടില്ല നമ്മുടെ ജനപ്രതിനിധികൾ. പിന്നെ അതോടൊപ്പം തന്നെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള തരത്തിലുള്ള ക്യാപ്ഷൻ. പക്ഷേ ഇത് കോൺഗ്രസ്സുകാരെ കൂടി പറഞ്ഞു മനസ്സിലാക്കണം. ദേശീയ തലത്തിൽ തന്നെ അവർ പച്ചക്കള്ളങ്ങൾ പലപ്പോഴായി പറഞ്ഞുകൊണ്ട് നിരന്തരം നടക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ചും ഗാന്ധി വധം പോലുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഇപ്പോഴും കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും മാത്രമാണ് പറയുന്നത്. ഇനി അവിടെ നിന്ന് നമുക്ക് രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് കടന്നാൽ 1948 ജീപ്പ് സ്കാൻഡൽ തുടങ്ങുന്നതാണ് കോൺഗ്രസിൻ്റെ അഴിമതിയുടെ ചരിത്രം. ആ അഴിമതിയുടെ ചരിത്രം അവിടെ തുടങ്ങി. പിന്നീട് രാജീവ് ഗാന്ധിയുടെ ബഫേഴ്സ്, ഏറ്റവും അവസാനം 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള എണ്ണമറ്റ അഴിമതികൾ നിരത്തി ആ ജനങ്ങൾക്ക് പൊറുതിമുട്ടിയാണ്. പിന്നെ അവസാനം ജനങ്ങൾ ഇവരെ എടുത്ത് പുറത്തേക്ക് കളയുന്നത്. അണ്ണാ ഹസാരെ മൂവ്മെൻ്റ് ഒക്കെ ഭാരതം മുഴുവൻ കണ്ടതാണ്. ഇപ്പോൾ CJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തരത്തിലുള്ള ഒരു കോമാളി മൂവ്മെൻ്റ് ആയിരുന്നില്ല അത്. ഭാരതത്തിൽ നടത്തിയ അഴിമതി കാരണം ഭാരതത്തിന് എന്ത് സംഭവിച്ചു എന്ന് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു അണ്ണാ ഹസാരെയൊക്കെ നടത്തിയിരുന്നത്. ആ രീതിയിൽ അത് വളരെ ശക്തമായ മൂവ്മെൻ്റ് ആയിരുന്നു. കോൺഗ്രസിൻ്റെ കയ്യിൽ ഏകദേശം 60 വർഷത്തോളം ഇന്ത്യയുടെ ഭരണം കിട്ടി. ആ ഭരണം കിട്ടിയപ്പോൾ എന്തായിരുന്നു കോൺഗ്രസ് ചെയ്ത്? ഈ അഴിമതി അല്ലാതെ. പിന്നീട് അവർ ചില പോളിസികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഗ്രീൻ റവല്യൂഷൻ ഒക്കെ പറഞ്ഞ് അഭിമാനകരമായിട്ട് ഈ പോളിസിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വാസ്തവം എന്താണ്? ഇന്ത്യയുടെ പ്രൈം മോട്ടീവ് ഫോഴ്സിലാണ് ആദ്യമായി കോൺഗ്രസിന് കാലിടറുന്നത്. അതായത് നെഹ്റുവിയൻ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ ഒരു തികഞ്ഞ പരാജയമായിരുന്നു. ആദ്യം ഈ പ്രൈം മോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് വ്യാവസായികവത്കരണത്തിലാണ് എന്ന് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ സർക്കാർ പറയുകയുണ്ടായി. ഭാരതത്തിൽ അന്ന് എന്താണ് കൈവശം ഉണ്ടായതെന്ന്? റോ മെറ്റീരിയൽസ് ഇല്ല. ബേസിക് റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുവാൻ കണക്കിനുള്ള ഗതാഗത സംവിധാനങ്ങളില്ല. അങ്ങനെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന സമയത്ത് ഭാരതം ഒരു പ്രൈം മോട്ടീവ് ഫോഴ്സ്, പ്രഥമ പരിഗണന വ്യവസായത്തിന് കൊടുത്തു. സ്കിൽഡ് ലേബേഴ്സ് ഉണ്ടോ? ഒരു വലിയ രീതിയിൽ കഴിവുള്ള തൊഴിലാളികളൊന്നും തന്നെ അന്നില്ലായിരുന്നു. എന്തായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്? കാർഷികവത്കരണത്തിലേക്ക് പോകണമായിരുന്നു. കൃഷിക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കണമായിരുന്നു. ജനങ്ങളെ പടിപടിയായിട്ട് വ്യാവസായികവത്കരണത്തിന് വേണ്ടിയിട്ടുള്ള കഴിവുകൾ നേടിയെടുക്കാനുള്ള അവസരം കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഇതായിരുന്നു ചൈന ചെയ്തിരുന്നത്. ഭാരതത്തിൻ്റെ GDPയും ചൈനയുടെ GDPയും 1940കളിലും 50കളിലും 60കളിലും ഒരേപോലെ ആയിരുന്നു. പക്ഷേ ചൈന ആ സമയത്ത് അഗ്രികൾച്ചറിലേക്ക് കൂടുതൽ ശ്രദ്ധയൂന്നി, ആ അഗ്രികൾച്ചർ വികസിപ്പിക്കുന്ന കാര്യത്തിലാണ് ശ്രദ്ധയൂന്നിയത്. പിന്നീട് പടിപടിയായി ഉയർന്നതിന് ശേഷം 1978 ഡെൻ സിയോപിങ്ങിൻ്റെ സമയത്ത് വ്യാവസായികവത്കരണത്തിലേക്ക് കടന്നു, ലിബറലൈസേഷനിലേക്ക് കടന്നു. ഭാരതം 20 വർഷം വീണ്ടും എടുത്തു ഈ കാര്യത്തിലേക്ക് കടക്കുന്നതിന്. 1992 നമ്മൾ ആ പോളിസിയിലേക്ക് പോയത്. അതും ബാഹ്യമായ ചില സ്വാധീനങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു ഇത് സംഭവിച്ചത് എന്നതാണ് ഭാരതത്തിൻ്റെ ഉള്ളിലെ യാഥാർത്ഥ്യം. ഇനി വ്യാവസായികവത്കരണം കൈവൊള്ളി. പിന്നീട് മറ്റൊരു പോളിസി ഉണ്ടായിരുന്നല്ലോ, പ്രധാനമായും നമ്മൾ വളരെ അഭിമാനകരമായി ബാങ്ക് നാഷണലൈസേഷൻ ആരാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു പോളിസി. ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ് അത് ചെയ്തത്. പക്ഷേ എന്തായിരുന്നു ഫലത്തിൽ ചെയ്തത്?
ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള, അതായത് എക്സ്ചക്കറിൻ്റെ കയ്യിലുള്ള ബാങ്കിലുള്ള മൂല്യങ്ങളെ എടുത്ത് രാഷ്ട്രീയക്കാർ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയായിരുന്നു. ഈ ലോണുകൾ കൊടുക്കുന്ന കാര്യത്തിൽ പോലും വലിയ കൃത്രിമത്വമാണ് കാണിച്ചത്. അതായത് നമുക്ക് യാതൊരു തരത്തിൽ, അതായത് ഗവൺമെൻറ് ബാങ്കുകൾ സ്ഥിരമായി ഇപ്പോൾ പറയുന്ന നോൺ പെർഫോമിംഗ് അസറ്റ്, അതായത് പെർഫോം ചെയ്യാത്ത അസറ്റുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ, ജനങ്ങളെ ലയബിലിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ സ്ഥിരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പൈസ പമ്പ് ചെയ്യേണ്ടി വരുന്നു ബാങ്കിലേക്ക്. അങ്ങനെ ഫലം എന്തായി? ഇന്ത്യയുടെ സാമ്പത്തിക സംവിധാനം അടിമുടി തകരുകയാണ് ഓരോ ഘട്ടത്തിലും ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നീട് എമർജൻസിയിലേക്ക് പോയി. എമർജൻസിയിലേക്ക് പോയതിനു ശേഷം പിന്നീട് എന്താ, വളരെ പാവപ്പെട്ട ആൾക്കാരെ നിർബന്ധിച്ച് വന്ധീകരിക്കുന്ന കാര്യങ്ങൾ പോലും കോൺഗ്രസിൻ്റെ സമയത്ത് ചെയ്തു. എതിർ പാർട്ടികളെ അവർ അടിച്ചമർത്തുന്നത് പോട്ടെ, പക്ഷേ സ്വന്തം ജനതയ്ക്ക് മുകളിൽ ഒരു തരത്തിൽ നിരവധി ആൾക്കാരാണ് ആ സമയത്ത് കൊല്ലപ്പെട്ടത്. എമർജൻസിയുടെ സമയത്ത് പാവപ്പെട്ട ആൾക്കാർ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്ത ആൾക്കാരെ നിഷ്കരുണം കൊന്നുതള്ളുന്ന ഒരു ഹിറ്റ്ലർ എന്ന രീതിയിലായിരുന്നു ഈ തരത്തിൽ ഇന്ദിരാ പ്രിയദർശിനി. ഇപ്പോൾ പ്രിയദർശിനി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോളിസിയൊക്കെ കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. എന്തായാലും രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ജനാധിപത്യവാദിയാണ് കേട്ടോ ഇന്ദിരാഗാന്ധി. അത് നമുക്ക് ഒരു രീതിയിലും നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ തർക്കിക്കാൻ പറ്റുമോ? കാരണം ഇന്ത്യയുടെ പ്രസിഡന്റ് ആ സമയത്ത് പറഞ്ഞത്, ഇന്ദിരാഗാന്ധി പറഞ്ഞാൽ അവരുടെ അണ്ടർസ്കട്ട് നനച്ചു കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അത്രമാത്രം വലിയ നാണക്കേടിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരുന്നു ആ സമയത്ത്. 42ാം അനുച്ഛേദം എന്ന് പറയുന്ന ഭരണഘടന അനുച്ഛേദമുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തുന്ന ഒരു മാറ്റം. ഇതിലൊക്കെ ഇന്ദിരാഗാന്ധി നടത്തിയ ഇടപെടലുകൾ ഇന്ത്യൻ ജനാധിപത്യത്തെ താറുമാറാക്കുകയായിരുന്നു. ഇനി ഗരീബി ഹട്ടാവൂ എന്ന് പറയുന്നവരുടെ പോളിസിയുണ്ട്. എന്തായിരുന്നു അത്? വെറും സ്ലോഗൻ മാത്രമായിരുന്നു. അമേഠിയിലേക്കും റായ്ബറേലിയിലേക്കും ഒക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് അപ്പുറം ഒന്ന് പോയി സഞ്ചരിച്ചാൽ, അതായത് കോൺഗ്രസിൻ്റെ ഭരണ സമയത്ത് തന്നെ സഞ്ചരിച്ചാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒരു സിനിമ എടുക്കണമെങ്കിൽ ഒരു സെറ്റ് പോലും ഇടാതെ 20 വർഷത്തെ ഗ്യാപ്പിലുള്ള ഏത് കഥയും എടുക്കാൻ കണക്കിലായിരുന്നു റായ്ബറേലിയും അമേഠിയിൽ നിന്നത്. ജനങ്ങൾ മടുത്തിട്ടാണ് ഇവരെ പടിയടച്ച് പിണ്ടം വെച്ചത്. ഈ രീതിയിലായിരുന്നു കോൺഗ്രസ് അവിടെ നടത്തിയ സമീപനങ്ങളെല്ലാം തന്നെ ഈ രീതിയിലായിരുന്നു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയായിരുന്നു. ബോഫോസ് ആകട്ടെ, 2G ആകട്ടെ, എല്ലാ കാര്യത്തിലും. ഈ സാമ്പത്തിക ചരിത്രമാണ് രമേശ് പിഷാരടി നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഇനി BJP NDA സർക്കാർ വന്നതിന് ശേഷം 100% PDS വഴി ഉള്ള ഈ നമ്മുടെ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന്, അതായത് ലീക്കേജ് 100% ആയതിൽ നിന്ന്, പാവപ്പെട്ടവന് ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് പാവപ്പെട്ടവന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന, അതായത് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന അവസ്ഥയിലേക്ക്, സബ്സിഡിയല്ല, സബ്സിഡി കാരണം തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജാം ട്രിനിറ്റി പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. ജൻധൻ, ആധാർ, മൊബൈൽ വഴിയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ. അവിടെ ഈ ഇടങ്ങളിലൊക്കെയും പല സ്ഥലങ്ങളിലും കക്കൂസുകളില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. ജനങ്ങൾ കൊടിയ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ അവസ്ഥയിൽ നിന്നും, വൈദ്യുതി എത്താത്ത അവസ്ഥയിൽ നിന്നൊക്കെ വലിയ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ചൈനയുടെ ഭാഗങ്ങളിലേക്ക് റോഡ് നിർമ്മിച്ചാൽ അവർ വന്ന് ബോംബിടുമെന്ന് പേടിച്ചിരുന്ന സൈനിക പ്രതിരോധ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു നമുക്ക്. ഇന്ത്യൻ സൈന്യത്തെ കഴുത്തറത്ത ഭാരതത്തിലേക്ക് അയക്കുമ്പോൾ അത് കണ്ടിട്ട് ഒന്നും പ്രതികരിക്കാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇന്ത്യയെ തൊട്ടാൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. ഇത് കോൺഗ്രസ് ഒന്ന് പഠിച്ചാൽ നന്നാവും. രമേശ് പിഷാരടി ഒന്ന് പഠിച്ചാൽ വളരെയധികം നന്നായിരിക്കും.